മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ നാടകങ്ങൾക്കോ അട്ടിമറികൾക്കോ സാധ്യത ബാക്കി വെക്കാതെ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ് മഹായുതി സഖ്യം. എക്സിറ്റ് പോളുകൾ ശരിവെച്ച BJP സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2019 105 എന്ന സംഖ്യയിൽ നിന്ന് BJP 130 മുകളിലെത്തി. ജാതി സമവാക്യങ്ങൾ ഉണ്ടാക്കി അമിത്ഷാ തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പ് പദ്ധതി പൂർണ്ണ വിജയമാണെന്ന് നിസ്സംശയം പറയാം. പാലവും റോഡുകളും ഉൾപ്പെടെ ഏകനാഥ് ഷിൻഡെ സർക്കാർ അവതരിപ്പിച്ച വികസന പദ്ധതികളിലും ജനം വിശ്വാസമർപ്പിച്ചു. ഒന്നിച്ചു നിന്നാൽ സുരക്ഷിതരാകാമെന്ന അർത്ഥം വരുന്ന ഏക് ഹേ തോ സേഫ് ഹേ പോലെയുള്ള മുദ്രാവാക്യങ്ങളും അതിന്റെ ലക്ഷ്യം കണ്ടു. आजच्या निकालाने हे स्पष्ट केलंय की संपूर्ण महाराष्ट्र हा नरेंद्र मोदीजींच्या पाठीशी आहे आणि मोदीजींनी जो नारा दिला होता एक है तो सेफ है, महाराष्ट्रातल्या सर्व समाजातल्या लोकांनी एकत्रित येऊन हा नारा यशस्वी केलेला आहे. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭയിൽ പോരാട്ടത്തിനിറങ്ങിയ ഇന്ത്യ സഖ്യം പക്ഷേ ലക്ഷ്യത്തിലെത്താതെ തളർന്നു വീണു. മഹാവികാസ് അഘാഡിയിലെ പാർട്ടികൾക്കെല്ലാം സീറ്റുകൾ നഷ്ടമായി. 2019 44 സീറ്റ് നേടിയ കോൺഗ്രസ് 20 സീറ്റ് പോലും നേടിയില്ല. മറാത്ത മുസ്ലിം വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണങ്ങളും ഫലം കണ്ടില്ല. ആദിത്യ താക്കറെയുടെ അടക്കം 30-ൽ താഴെ സീറ്റുകൾ ഉറപ്പിച്ച ശിവസേന താക്കറെ വിഭാഗം അഭിമാനം സംരക്ഷിച്ചു. എന്നാൽ ശരത് പവാറിന്റെ NCPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ആയില്ല. 3 മണ്ഡലങ്ങളിൽ മത്സരിച്ച CPM നിലവിലെ സീറ്റ് നിലനിർത്തി. ദാനു മണ്ഡലത്തിൽ നിന്നുമാണ് വിനോദ് നിക്കോളെ ഇക്കുറിയും വിജയിച്ചത്. ഇനി അറിയേണ്ടത് ആരാകും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഷിൻഡെ സർക്കാരിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമ്പോൾ ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ? ഈ വഴിക്കാകും വരും ദിവസങ്ങളിലെ ചർച്ച. സൗമ്യ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.